ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞല്ലേ. ഇന്നൊരു ചെറിയ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെടുന്നവർ അന്നേരം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെന്തുകൊണ്ട്, പിന്നെ നാട്ടിലത്തെ എല്ലാ സംഭവങ്ങളും അറിയാമല്ലേ. ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലല്ലേ. അതിൽ ഇന്നത്തെ ശവസംസ്കാരം നടക്കുന്ന സ്റ്റെഫിൻ പാമ്പാടി കോട്ടയം, ആ പയ്യൻ എന്ന് പറയുന്നത് 29 വയസ്സുള്ള. അതെന്ന് പറയുന്നത് എൻ്റെ ബ്രദറല്ലേ, എൻ്റെ ആങ്ങളയുടെ ഭാര്യ ഷീബയുടെ ബ്രദറിൻ്റെ കൂടെ ഷീബയുടെ ആങ്ങള 10-26 വർഷം കൊണ്ട് കുവൈറ്റിലാണ്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് ഈ പയ്യനും ഈ അച്ഛനൊക്കെ. ചില വീഡിയോകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പയ്യൻ ഈ സംഭവം നടക്കുന്നതിന് മുമ്പിട്ട് ഷായിച്ചാൻ ഇപ്പം അവധിക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷായിച്ചാൻ ഇന്ന് രാവിലെയാണോ ഇന്നലെയാണോ പോകാനിരുന്നതാണ്. പക്ഷേ ഷായിച്ചാൻ ഈ കൊച്ചൻ്റെ ഇത് ശുശ്രൂഷ ഇന്നായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയിലാണ് പോകുന്നത്. ഷായിച്ചാനൊക്കെ വിഷമം സഹിക്കാൻ വയ്യെന്നുള്ള. ഷായിച്ചാൻ തിരുവല്ലായിൽ നിന്ന് നിങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് അറിയാം. 2-3-4 ചാനലിൽ ഈ സംഭവം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചൻ അവിടുന്ന് ഷായിച്ചാന് വാട്സപ്പ് മെസ്സേജ് ഇട്ട്, ഷായിച്ച ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2 ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പേരിലാണ് ഞാൻ സങ്കടം വരുന്നെന്നുള്ള. അച്ഛൻ്റെ പേരിലാണ് ഞാനത് ബുക്ക് ചെയ്തേക്കുന്നത്. അച്ഛൻ വരുമ്പോൾ എനിക്ക് കൊണ്ടുവരണേന്ന് ഈ കൊച്ച്. അന്നേരം ഷായിച്ചാൻ വോയിസ് മെസ്സേജ് ഇട്ടാൽ കൊണ്ടുവരാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. അന്നേരം ഷായിച്ചാൻ കരഞ്ഞുകൊണ്ടിരടാ, ഇനി ഞാൻ ഈ ഷർട്ട് അങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലേ. സംഭവം ഷായിച്ചാൻ്റെ കയ്യിൽ കൊറിയർ കിട്ടി. അപ്പോഴത്തേക്കിന് ഈ മോൻ പോവുകയും ചെയ്തു. ഒരു മോർച്ചറിലൊക്കെ ഹോസ്പിറ്റലും ഒരു മറുനാടൻ എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ അകത്ത് ആ ഫ്ലിപ്കാർട്ടിലെ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ സഹിതം അവരിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ പയ്യൻ പറഞ്ഞ ഒരു കഷ്ടം. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവനൊരു വീട് വേണമെന്നുള്ളത്. അന്ന് തൊട്ട് അവർ ഇന്നുവരെയും വാടകയ്ക്കാണ് താമസിച്ചത്. 3 ആൺമക്കളാണ്. അതിൽ രണ്ടാമത്തതും ഗൾഫിലായിരുന്നു. അത് വന്നു. അപ്പന് ക്യാൻസറാ. വലിയൊരു കാറ് ബുക്ക് ചെയ്ത് അതിന്ന് വന്നോ എന്തുവാ, അടുത്ത മാസം വന്നിട്ട് കാറൊക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പം എനിക്ക് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകണം. പിന്നെ എല്ലാവർക്കും കൂടെ യാത്ര ചെയ്യത്തക്ക ഒരു 6-7 പേർക്ക് ഇരിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു കാറാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് അടുത്ത മാസം വന്ന് കല്യാണമൊക്കെ നടത്താനായിട്ടിരുന്നതാണ്. ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ. ഇന്ന് ആ കമ്പനി ഉടമയും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൊച്ചൻ്റെ സംസ്കാരത്തിന്. അപ്പം പുള്ളി പറയുന്നത് നല്ലൊരു മിടുക്കൻ. പക്ഷേ ഈ ഫാദർ, ഇവരുടെ അച്ഛൻ മക്കളെല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ച് എൻജിനീയറായിരുന്നു ഈ കൊച്ചൻ. നല്ല മിടുക്കനായിരുന്നു. ആത്മീയമായിട്ടാണെങ്കിലും ചർച്ചിലാണെങ്കിലും കീബോർഡായിരുന്നു അവൻ വായിക്കുന്നത്. കീബോർഡ് ഇപ്പോഴാണ് ഈ കൊച്ചൻ വായിച്ച കീബോർഡുകളിലൊക്കെ പാട്ടുകളും എല്ലാം യൂട്യൂബിൽ വരുന്നത്. നല്ല ആയിട്ട് കീബോർഡ് വായിക്കുമായിരുന്നു. അതുപോലെ പലരും. ഇതാകുമ്പോൾ നമുക്ക് ഇത്രയും ഷായിച്ചാൻ അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഷായിച്ചാൻ എന്നൊക്കെ പറയുന്നത് ഷായിച്ചാനും മൂത്ത സിസ്റ്റം കുവൈറ്റില്ല. അവരെല്ലാം എന്തോ നെഞ്ചത്തടിച്ച് കരച്ചില്ല എല്ലാവരും. കാരണം എല്ലാവരെയും സഹായിക്കുന്ന ഒരു കൊച്ചനായിരുന്നെന്ന് പറയുന്നത്. ഇവിടെ നാട്ടുകാരാണെങ്കിലും അങ്ങനെ പറയുന്നത്. നാട്ടുകാർക്കാണെങ്കിലും നല്ല സഹായം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത്രയും പേര് മരിച്ചത് ഞാൻ ഇതിനെ എടുത്തു പറയാൻ കാര്യം ഇതിനെ ഇത്രയും ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്. അല്ലാതെ നമുക്ക് വേറെ ആരെയും അങ്ങനെ അറിയത്തില്ല. കണ്ടുള്ള ഇതൊക്കെ പരിചയമുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷനുകൾ. ഓക്കെ. അന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കുമ്പം ദോശ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ മാവരച്ച് ആദ്യത്തെ ദിവസം ഞാൻ ഇഡലി ഉണ്ടാക്കും. പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, അത്ര ഇഡലിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ദോശയായിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം ഇഡലി ഉണ്ടാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു. പിന്നെ അപ്പുറത്ത് ചായ ഉണ്ടാക്കണം. പിന്നെ ഇവർക്ക് കുടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്തുവന്നേലും അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇച്ചിരി നേരം പോയി ഇരിക്കാമെന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ആകുമ്പം എല്ലാവരും കഴിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇതും ചില ദിവസം കണ്ടിന്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടാന്ന് പറയും.
അപ്പം ഞാൻ പറയും എങ്ങനെയും ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ നോക്കുമെന്ന് പറയും. നമ്മൾ ഒരു ദിവസം കിടന്നു പോയാൽ അവന്മാർ ഊപ്പാടാം. അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയത്ത് തരുന്നത് ദൈവത്തെ വിളിച്ച് ഉണ്ടാക്കിയവരെക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു. ഒരു ദിവസം പോകുമ്പോൾ കോളേജിൽ പോയി ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു പോടാ, ഇല്ല മമ്മിക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വെള്ളമൊക്കെ എടുത്തു തരാൻ പറയുവാന്നേലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എടുത്ത് തരുമായിരുന്നു. നിൽക്കാൻ കാര്യം അന്ന് ട്യൂഷന് ടെസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ നിന്നതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഡാഡിക്ക് എല്ലാം എടുത്ത് കൊടുക്കാനാന്നേലും ഞാൻ പറയും വിളിച്ചിട്ട്, ഇവിടുന്ന് അങ്ങേ മുറിയിലോട്ട് ഫോണാണ് ചെയ്യുന്നത്. എനിക്ക് ഉറക്കം വിളിക്കാൻ വയ്യ, നമുക്ക് ഇത് ത്രോട്ടിൻ്റെ ഇതുകൊണ്ട്. പിന്നെ ഫോൺ ചെയ്ത് ഞാൻ പറയും ഇത്ര ചപ്പാത്തിയും കറിയൊക്കെ ഡാഡിക്ക് എടുത്ത് കൊടുക്ക്, പ്രീസമ്മ വരുമ്പോൾ അവന് കൊടുക്ക്. അതുകൊണ്ടൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അവൻ അവിടെ നിന്നതുകൊണ്ട്. നമുക്ക് തലേന്നേ ഒരു പ്രിപ്പയർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കും. ഇപ്പം നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടിയേ, ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടിയെന്ന് പറഞ്ഞിരുന്നാൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ സമയവും പോകും, നമ്മൾ ആകെ ഒരുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടിയേ, രാത്രി പകലെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യേണ്ടിയത്, അതൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അതൊക്കെ കഴിവതും അതൊക്കെ നമ്മളൊന്ന് അരിഞ്ഞൂടൊക്കെ എന്തുവെന്ന് വെച്ചാൽ അരിഞ്ഞൂടൊക്കെ ഒന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ ജോലി എളുപ്പമായിട്ട് പറ്റും. ഇതൊക്കെ നമ്മുടെ ഈ ഹൗസ് വൈഫുകളാണ് കൂടുതലും അങ്ങനെ പ്രിപ്പയർ ആകാത്തതെന്നാണ് എൻ്റെ ഒരു ധാരണ. അതേസമയം ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു പ്രിപ്പയർ കാണും. അവർക്ക് കാരണം രാവിലെ എല്ലാം ഉച്ച വരെ ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് വേണമല്ലോ അവർക്ക് ജോലിക്ക് പോകാൻ. നമുക്കെന്ന് പറയുന്നത് വീട്ടിലുള്ളവർക്കാണെങ്കിൽ കുറേ ആശ്വാസമുണ്ട്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരുടെയും ഒന്ന് കഴിഞ്ഞ് പിള്ളേരെ എല്ലാം വിട്ട് ഹസ്ബൻഡിനെ ഒക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നേരമെങ്കിലും ഒന്ന് ഇരിക്കുകയോ ഒന്ന് റെസ്റ്റ് എടുക്കുകയോ, അത് കഴിഞ്ഞ് സാവകാശം ഉച്ചക്കത്തെ നോക്കിയാലും മതിയല്ലേ. അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട്. ഒരുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒട്ടനെ അടുത്ത ഉച്ചയ്ക്ക് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അവർക്ക് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഉണ്ടാക്കണം, അങ്ങനെ എല്ലാം ചെയ്തിട്ട് വേണമല്ലോ അവർക്ക്. പിന്നെ അവർക്ക് വൈകിട്ട് വന്നിട്ട് വീണ്ടും ചായ ഉണ്ടാക്കണം, അങ്ങനെ പല പരിപാടികളല്ലേ. അപ്പോൾ നമ്മൾ തലേന്നേ നമ്മളിതൊന്ന് ചിന്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും അതിൻ്റെ എന്താ കറി എന്താ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ധാരണ കാണുമല്ലേ. അപ്പോൾ ഞാനിപ്പം ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് സാമ്പാർ വെക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം ഞാൻ ഇഡലി ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ആ സാമ്പാർ ബാക്കി നമുക്ക് കാണുമല്ലേ, അത് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. കറി പിന്നെ നമുക്ക് വേറൊന്നും ഉണ്ടാക്കണ്ടല്ലേ. അങ്ങനെയുള്ള ഇത് ഇപ്പോൾ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇത് കേട്ടിട്ട് ചില പുതിയ ആൾക്കാർ വരും. എൻ്റെ പഴയ ആൾക്കാർ ആണെങ്കിൽ അവർ അറിയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ചിലരൊന്നും പറയും ഞങ്ങൾക്കും അറിയാം ഇതൊന്നും പുതിയ ഇതല്ലല്ലോ എന്ന്. എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാമെന്ന്, എല്ലാവരും നമ്മളെക്കായൊക്കെ അറിയാവുന്നവരാ. പക്ഷേ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പം ചിലർക്ക് പ്രയോജനമാവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ്. ഇതാണ് ഞാൻ ഷോർട്ടിലൊരു ഉച്ചയൂണിട്ടായിരുന്നല്ലേ. അപ്പം പഴയ ആൾക്കാരെന്നല്ല പുതിയ ഒരു കമൻ്റ് ആവുന്നത്, എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇതെന്ന്. അത് നമുക്ക് അറിഞ്ഞൂടെ, എല്ലാവരുടെയും വീട്ടിൽ ചോറും കറിയും വെക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനൊരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് നമുക്ക് കാണിക്കണമല്ലേ, എന്തെങ്കിലുമൊക്കെ ഷോർട്ടിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടണമല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണിക്കും. എല്ലാവരും ചെയ്യുന്നതേ ഞാനും ചെയ്തോളൂ. എല്ലാവരുടെയും വീട്ടിൽ ചോറും കറിയും വെക്കുന്നതായി ഇതിനേക്കാളും നന്നായിട്ട് വെക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അവിടെയും വന്ന് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ഇഡലിയൊക്കെ എടുത്തു. അപ്പോൾ ഇഡലിക്ക് ഇപ്പം നമ്മൾ ഇതിലും ഇനി ആരും ഒന്ന് കുറ്റം വന്ന് പറയണ്ട, നന്നായിട്ട് എണ്ണ തേച്ചാൽ മതി. എണ്ണ തേച്ചാലും മതി തട്ടിൽ. എണ്ണ തേച്ചിട്ടും അഥവാ ഇഡലി ഇളകി വന്നില്ലെങ്കിൽ എന്തോ ചെയ്യണമെന്നോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. ഞാനവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഓരോന്ന് ഇളക്കുന്ന ഉടനെ ആ സ്പൂണൊന്ന് ഞാൻ ആ വെള്ളത്തിൽ മുക്കും. എന്നിട്ട് ഞാൻ ചെയ്യും. അല്ലെങ്കിൽ പണ്ട് എൻ്റെ അമ്മ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നോ, ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടുണ്ടല്ലേ നമ്മുടെ പൈപ്പിൻ്റെ അകത്തോട്ട് ഒന്ന് വെച്ചിട്ട് വെള്ളം തുറന്നു വിടും. പക്ഷെ നമ്മളെന്തായാലും ചിന്തിക്കുകയോ ഇഡലി അങ്ങ് നനഞ്ഞ് കുതിരത്തില്ലേന്നില്ല. ആ വെള്ളം ആ തട്ടയെ മൊത്തം ഒഴിച്ച്, അല്ലെങ്കിൽ ചിലർ കുടഞ്ഞ് കഴിഞ്ഞിങ്ങനെ അതങ്ങ് തട്ടിങ്ങനെ ചരിച്ച് വെക്കുമ്പം ആ വെള്ളം എല്ലാം ഊറിപ്പോയി അങ്ങ് ഉണങ്ങിയിരിക്കും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ വെള്ളം വെച്ചിട്ട് സ്പൂൺ അതിൽ മുക്കി എടുത്താൽ മതി. അപ്പം ഇഡലി ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം നല്ല സോഫ്റ്റ് ഇഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ അടുക്കിപ്പറക്കം അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഉടനെ ഞാനങ്ങ് അടുത്ത പരിപാടിക്ക് പോയില്ല.
കിച്ചണിലൊക്കെ പാത്രങ്ങൾ അതുപോലെ കിടക്കുമായിരുന്നു. പിന്നെ എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ വന്ന് പിന്നെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി. കാരണം പിള്ളേർ സ്കൂളിൽ വിടുവാണെങ്കിൽ അവരെല്ലാം വിട്ടതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് തുടങ്ങത്തുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവകാശം നിന്ന് ചെയ്യാമല്ലേ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഈ ചുമയായിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. എന്നാലും നമ്മൾ കിടക്കാൻ അങ്ങൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അസ്രാ ഊസ്രാന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ ഒരു സാമ്പാർ അങ്ങ് വെക്കാമെന്ന് വെച്ചു. സാമ്പാറാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിറ്റേന്നും നമുക്ക് പറ്റുമല്ലോ. ആ ഒരു രീതിയിൽ സാമ്പാർ മുളക് പൊടികളെല്ലാം ഞാനൊന്ന് ചൂടാക്കി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് പിന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ലാസ്റ്റിൽ കടുക് വറക്കത്തക്ക വിധത്തിൽ എല്ലാം കൂടെ ചേർത്തിട്ട് 2-3 വിസിലടിക്കും. അങ്ങനെയായിരുന്നു ചെയ്തു. അപ്പോൾ അന്ന് വയ്യാതെ ഞാൻ കിടന്നതിൻ്റെ അന്ന് ഇവിടെ കഴിച്ചപ്പോഴും പറയുമല്ലോ, എന്തുവാ 1 മിനിറ്റ് മതി ജോലി ചെയ്യാൻ, ഇത്ര ഇതെന്തുവാന്നൊക്കെ പറയുമല്ലേ. നമ്മൾ അത് പിന്നെ സീരിയസ് ആയിട്ടല്ല, തമാശയ്ക്ക് പറയുന്നത് എൻ്റെ അടുത്ത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യവും വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വയ്യ. കാരണം ഈ അടുക്കളയിൽ പോയി മസാല അടിക്കുന്നുണ്ടേ ചുമയുണ്ടാകുമായിരുന്നു. അപ്പോൾ റീച്ചൻ പറഞ്ഞ് ഞാൻ മോരുകറി ഉണ്ടാക്കാം, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന്. അവർക്കതെല്ലാം അറിയത്തുള്ളൂ, റീച്ചൻ അതൊക്കെ അറിയത്തുള്ളൂ. അപ്പം ടൊമാറ്റോ ഇല്ലായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നാൽ ഞാൻ മോരുകറി ഉണ്ടാക്കാമെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ് വേണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിക്കോളാം. അപ്പം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുത്തോണ്ട് പ്രൈസ് ഇവിടെ ഇരുന്ന് കേൾക്കുമായിരുന്നു. പ്രൈസ് എന്നോട് പപ്പായ്ക്ക് ടൊമാറ്റോ ചട്നി മാത്രമല്ല പപ്പടം ഉണ്ടാക്കാനും അറിയാമെന്ന്. റീച്ചന് പപ്പടം ഉണ്ടാക്കാനും അറിയാം, ബുർജി ഉണ്ടാക്കാനും അറിയാം. അല്ലാതെ കൂടുതലൊന്നും അങ്ങനെ ചെയ്ത് ശീലമില്ല. പിന്നെ ഞങ്ങൾ നാട്ടിലൊക്കെ പോയ സമയത്ത് ചിക്കൻ കറി, ബീഫ് കറി അതൊക്കെ ഉണ്ടാക്കുക. അതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടങ്ങനെ ഈ ചോപ്പറുണ്ട്. ആ ചോപ്പറിൻ്റെ അകത്ത് ഉള്ളി അങ്ങോട്ട് ചോപ്പ് ചെയ്തിട്ട് ചിലപ്പം വൈകിട്ടും അല്ലെങ്കിൽ ചിലപ്പം ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യത്തില്ലേ, എല്ലാം കൂടെ കുക്കറിൻ്റെ അകത്തിട്ട് വിസിലെടുക്കും. നമ്മളിങ്ങനെ ഇട്ട് ഒത്തിരി ഇട്ടങ്ങ് വഴറ്റുന്ന പോലെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ മോരുകറി വെക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് റീച്ചൻ ഇല്ലേ ഈ കറക്കുന്ന അതുകൊണ്ട് ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഞാൻ പോയി മിക്സിക്കകത്ത് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഉള്ളി കടുക് വറക്കാനായിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ട് എന്നെ കാണിച്ചു. ഒരു സവാള തുണ്ടം കീറിക്കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനല്ലേന്ന്. പിന്നെ ചമ്മന്തിപ്പൊടി എമർജൻസിക്ക് ഉണ്ടായിരുന്നു. അത് ചമ്മന്തിപ്പൊടി ഇങ്ങനെ എമർജൻസിക്ക് ഞാൻ എടുക്കത്തുള്ളൂ. അത് ഇവനിഷ്ടം, പ്രൈസിന് ഭയങ്കര ഇഷ്ടം. ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ അവന് വേറൊരു കൂട്ടാനും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് എല്ലാം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലല്ല കാര്യം, അത് പൊടിയായിട്ടായിരുന്നു അരിയേണ്ടിയെന്ന്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ലെന്ന്. അപ്പം പോൾമോനോട് പറഞ്ഞു വാടാ നമുക്ക് 2 കൂടെ മോരുകറി വെക്കാമെന്ന്. അപ്പോൾ പോൾമോൻ പറയാം വേണ്ട പപ്പ മോരുകറി വേണ്ടാന്ന്. റീച്ചൻ പറഞ്ഞു ഇല്ല, ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തേ ഒക്കത്തുള്ളെന്ന്. എന്നിട്ട് ഞാൻ സാധാരണ കടുക് വറക്കുന്ന ഉടനെ ഇച്ചിരി മുളക് പൊടി ചേർക്കുക. റീച്ചൻ എന്തോ ചെയ്യുന്നത്, മോര് നമ്മൾ ചൂടാക്കത്തില്ലേ അന്നേരം തന്നെ മുളക് പൊടി ഇടും. അങ്ങനെ ഒരു സവാളയൊക്കെ ഇട്ട് എന്നിട്ട് ഞാനിവിടെ ഇന്ന് കേൾക്കുന്നുണ്ട് പോള് പറയുന്നത്, പപ്പ മമ്മി ഉണ്ടാക്കുമ്പോൾ ഉള്ള കളർ പോലെ അങ്ങോട്ട് വരുന്നില്ലല്ലേ. അപ്പം പപ്പ പറയുന്നത് എടാ അത് നന്നായി ചൂടായാലേ ആവത്തുള്ളടാ. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് റീച്ചാനില്ലേ മുളക് പൊടി ഇട്ടുണ്ട്, മഞ്ഞ കളറല്ല മുമ്പിൽ നിന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനല്ല ചെയ്യുന്നത്, ലാസ്റ്റിലാണ് മുളക് പൊടി. ഇങ്ങനൊക്കെ ചെയ്താൽ മതി എന്ന് പറയുക. ആരെയും അവരുടെ തെറ്റ് ഇതാക്കത്തില്ലല്ലേ. ഞാൻ പറഞ്ഞ് ഒരു ദിവസം മൊത്തം നിന്ന് അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കതിന് കണക്കുമില്ല. ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നിങ്ങൾ ഒരു മോരുകറി വെക്കുന്നത് എത്ര മണിക്കൂർ എടുത്താൽ ചെയ്യുന്നതെന്ന് ചോദിച്ച്. അയ്യോ ഞാനീ പറയുന്നത് ഇനി ആരും കുറ്റമായിട്ട് എടുക്കരുതേ, ഞാനങ്ങ് കാര്യം പറഞ്ഞതാണ്. നമ്മൾ ചെയ്യുന്നതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള അവർ പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നു. അല്ലാതെ ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഒരു സാമ്പാർ വെച്ചടപ്പത്ത് ഒന്നും ചെയ്യാൻ അങ്ങോട്ട് പോയ കൈയെല്ലാം അങ്ങ് വിറയ്ക്കുക. പിന്നെ എന്തുവാ അച്ചാറുകളൊക്കെ വേണ്ടിയൊക്കെ അച്ചാറിരിപ്പുണ്ട്. പിന്നെ ഒരു മുട്ടയും കാണും പൊരിക്കാന്ന് വെച്ചാൽ എനിക്ക് വയ്യ. ചുമച്ച് ഈ നെഞ്ചിൻ്റെ അവിടെ അങ്ങ് എന്തോ ഇരിക്കുക, അങ്ങ് വേദന, ഒട്ടും പനിയില്ല. ഈ ചുമച്ചുള്ള ബോഡി പെയിനും മരുന്നെടുത്തുള്ള ആ ഷിവറിങ്. അരി അടപ്പത്തിട്ടു, ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. മനുഷ്യന് വയ്യാതായ പിന്നെ ആകെ വധമാണ്. ഇത് തന്നെ എത്ര നേരം കൂടെ ഇരുന്ന് അരിഞ്ഞത്. പിച്ചാത്തി വെക്കുന്നിടത്തല്ല വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത്, അതുപോലെ അങ്ങ് കിലോയിലത് അരയ്ക്കുക.
അങ്ങ് പരതാഹം. കിടക്കണമെന്നങ്ങ് തോന്നുക. ഇന്നലെ രാത്രി ഒരു ഇച്ചിരി ഉറങ്ങിയിട്ടില്ല, ഇരിക്കുമായിരുന്നു. സാമ്പാറും മുട്ട വേണ്ടിയവർക്ക് മുട്ടയും പൊരിച്ച് കൊടുത്തു. പിന്നെ ഞാൻ വായിക്ക് രുചിയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ഇച്ചിരി സാമ്പാറും 2 ചപ്പാത്തി എടുത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സവാള ഇങ്ങനെ തിന്നാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ തിന്നിട്ടുള്ളവരുണ്ടോ? എനിക്ക് ആ ചപ്പാത്തിയുടെ കൂടെ സവാളയും കൂടെ ഇങ്ങനെ തിന്നപ്പോൾ ഒരു ടേസ്റ്റ് പോലെ തോന്നി. പിന്നെ ഉച്ചക്കത്തേക്ക് കഴിച്ചിട്ട് ഞാനും ഒന്ന് കയറി കിടന്നു. പറഞ്ഞില്ല അങ്ങ് ക്ഷീണമായിരുന്നെന്ന്. പിന്നെ രാത്രി റീച്ച ലിച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് പിന്നെ പൊളിച്ചെല്ലാവർക്കും കൂടെ കൊടുത്ത്. ഇത് നാട്ടിലില്ലെന്ന് പറയുന്നു ലിച്ചി. അതുപോലെ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞായിരുന്നു, സബ്സ്ക്രൈബർ ആൻറ്റി, അവിടെയൊക്കെ കിലോ 400 രൂപയ്ക്കാണ്, അതും ചിലപ്പോഴേ കിട്ടത്തുള്ളെന്ന്. ഇത് കിലോ ചിലയിടത്ത് 70, ചിലയിടത്ത് 80, ചിലയിടത്ത് 60, അങ്ങനെ പല സ്ഥലത്തും പല ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.